ഹേ ഗായ്സ്, അപ്പോൾ ഈ സമയം രാത്രി 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൈറ്റ് ഒന്ന് ടൗൺ വരെ പോയാലെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ കുടിക്കാനാണ്. ഞാൻ കുറേ ആയി നൈറ്റ് ടൗണിലേക്കൊക്കെ പോയിട്ട്. അവസാനമായിട്ട് പോയത് അന്ന് ആ തട്ടുദോശ കഴിക്കാൻ പോയില്ലേ, അന്നായിരുന്നു. ഇപ്പം അമ്മയോട് ചായ കുടിക്കാൻ വരണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ വന്നില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നമുക്ക് വെക്കെന്ന് പോയിട്ട് ഓടി വരാം ഗൈസ്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വെക്കെന്ന് ഓടി വരാം. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ കടയിൽ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത കടയിൽ ചായ കുടിക്കാൻ വന്നേക്കും കേട്ടോ. അപ്പോൾ ഇവിടെയും പാട്ട് വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഇതേ റോട്ടിക്കിടെ നടന്നാണ് ചായ കുടിക്കുന്നത് കേട്ടോ. ഭയങ്കര വൈബാട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ നൈറ്റ് വന്ന സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത്. തട്ടടിക്കാൻ വന്നായിരുന്നു ഞാനൊരു ദിവസം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇരിക്കാനായിട്ട് ഈ പുഴയോര ഹൈവേയിൽ വന്നായിരുന്നു. അവിടെ കേട്ടോ വന്നേക്കുന്നത്. സ്ഥലം ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ കട ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതേ പുഴയാണ്. ആദ്യമേ കയറി കടയിൽ ഈ നൈറ്റ് 10 മണിയായിട്ടും അവിടെ ഇഷ്ടം പോലെ കടികളാട്ടോ. അത് 24 hours കണ്ടുള്ള കടയാട്ടോ. എപ്പോഴും ചായ ഉണ്ടാവും അവിടെ. രാത്രിയിലും പാതിരാത്രി എല്ലാം ചായ ഉണ്ടാവും. ഈ കടയിൽ അത്രയും കടികളൊന്നുമില്ല കേട്ടോ. ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് 24 hours അല്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇത് മറ്റേ കടേനേക്കാളും നല്ല ആംബിയൻസ് ഉള്ള കട കേട്ടോ. തൊട്ടടുത്ത് പുഴയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുഴയുടെ കടവിലൊക്കെ പോയി ചായ കുടിക്കാൻ അടിപൊളി കേട്ടോ. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് കുറച്ച് നേരം കടവിരുന്നിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പം ഞാൻ ഈ കടയിൽ വന്ന് ഫസ്റ്റിൽ ഒരു ചായ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോഴത്തേനും ഭയങ്കര ചള്ള ടേസ്റ്റായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയമൊക്കെ ആയില്ലേ, അപ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ചള്ള ടേസ്റ്റ്. അപ്പോൾ അത് കുടിച്ചാൽ വയറ് കേടായനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ടൻ ചായ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ലേറ്റായിട്ട് ചായ കുടിക്കാൻ പോകുന്നവർ ഈ പാല് പിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വയറ് കേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കുടിക്കുക കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴും കടവുകളിലൊന്നും വെട്ടമില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത്തവണ അതേ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടി വന്നിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് വെട്ടം കിട്ടും. പിന്നെ തൊട്ടടുത്ത് പുഴയുണ്ട്. ദേ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ തന്നെ കേട്ടോ കഴിച്ചിരിക്കണേ. കടവുകളിൽ ഇങ്ങനെ ഇരുട്ടത്ത് പോയിരിക്കേണ്ടി വരും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ തന്നെ ഇരിക്കണേ. ഹൈവേ തന്നെ കേട്ടോ നിർത്തിയേക്കുന്നത്. കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇരിക്കുന്ന എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാനപ്പോൾ അവിടെയും കണ്ടിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇതേ അവിടെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം എന്താന്ന്. ഇത് കണ്ടില്ലേ, ഈ റോഡും പരിസരവും CCTV നിരീക്ഷണത്തിലാണ് കേട്ടോ. ഇതേ സംഭവം തന്നെ ഞാൻ 2-3 സ്ഥലത്ത് കണ്ടു കേട്ടോ. അതേ അവിടെ നിന്ന് വന്നപ്പോഴത്തേനും എന്താണെന്നറിയില്ല, ഇവിടെ ഒത്തിരി കോളേജ് പിള്ളേരും പിന്നെ ഒത്തിരി ഫാമിലീസൊക്കെ വരുന്നതാണ്. സാധാരണ ഈ വീടും പരിസരവും CCTV നിരീക്ഷണത്തിലാണെന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ റോഡും പരിസരവും എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഒത്തിരി പേര് വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായി കാണുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളിവിടെ ഉള്ള ആളല്ലല്ലോ. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. എന്താണെന്ന് അറിയില്ല കേട്ടോ. 2-3 സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ കാണുമായിരിക്കും. നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ ഗൈസ്. ഏകദേശം 1 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. നമ്മളൊരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ പയ്യെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. മടുത്ത് ഞാൻ ഇവിടെ ഇരുന്നു ഫോണിലൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരമായി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ, പോയി കിടന്നുറങ്ങാം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട് കേട്ടോ ഗൈസ്. അതാണ് ആംബുലൻസ് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി കാണും, അറിയില്ല കേട്ടോ. ആർക്കാണെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ കറക്റ്റ് വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് സ്കൂട്ടർ എടുത്തപ്പോഴാണ് ആംബുലൻസ് വന്നത് കേട്ടോ. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഹേ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അമ്മ ദേ വാതിലൊക്കെ അടച്ച് കിടന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അന്ന് നമ്മൾ രാത്രി പോയിട്ട് പിന്നെ ഇന്നാട്ടോ രാത്രിയിൽ നമ്മളൊന്ന് ടൗണിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയതാണ് ഒരു ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.